മദേഴ്സ് ഡേ ആയതുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് ഇന്ന് ഒരു സ്ത്രീ രത്നത്തെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് എനിക്ക് കഴിഞ്ഞ രാത്രിയിൽ ഒരു ചിന്ത തോന്നി. Since we are celebrating Mother's Day today, I had a thought of talking about the women in our church and from the perspective of mothers. പഴയ നിയമത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ലേയ. One of my very favorite character in the Old Testament is Leah. സാധാരണ റേച്ചൽ ആൻഡ് ലേയ രണ്ട് ഭാര്യമാർ യാക്കോബിനുണ്ടായിരുന്നു. Jacob had two wives, Rachel and Leah. അതിൽ റേച്ചലിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത്. Most of the times we often hear people talking about Rachel. വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ റേച്ചലിനോട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. When we talk about promises, we always talk about Rachel. എന്നാൽ യഥാർത്ഥമായ ലേയ ആയിരുന്നു യാക്കോബിന്റെ യഥാർത്ഥമായ ഭാര്യ അല്ലെങ്കിൽ വാഗ്ദത്ത ഭാര്യ. But actually the promised wife who was to Jacob was Leah. ഇന്ന് രാവിലെ ഞാൻ അത് വിശദീകരിക്കാൻ പോകുകയാണ്. That is what we are going to dive into a little more deeper. സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Praise the Lord if you are happy this morning. ഈ രാവിലെ ഞാൻ ഒരു കാര്യം പറയാം. This morning I want to start with something. നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഭവനം, ആ ഭവനത്തിൽ ജനിച്ച് വേറൊരു ഭവനത്തിലാണ് നമ്മൾ ജനിക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നെങ്കിൽ, have you ever thought we've all born into a household, into a family? What if we were born into another family? ഞാൻ കരം ഉയർത്താൻ പറഞ്ഞ നിങ്ങൾ പലരും ചിലപ്പോൾ കരം ഉയർത്തിയെന്നിരിക്കും. A lot of people, if I ask you to raise your hand, you may raise your hand. അത് കരം ഉയർത്തണ്ട. Don't raise your hand. ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മൾ ജനിച്ചു വളർന്ന സമൂഹത്തെ അല്ലെങ്കിൽ കുടുംബത്തെ, അതിൻ്റെ പശ്ചാത്തലത്തെ, എന്തിനു പറയുന്നു, നമ്മെ തന്നെ പലപ്പോഴും നമ്മൾ ചെറുതായി കാണാറുണ്ട്. We tend to despise or neglect our family, our background, our society, or the family culture, tradition we were born into. അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യമല്ല. കാര്യം ദൈവത്താൽ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാണ്. Those are things that cannot be changed by our efforts because those are appointed and ordained by God in certain way. ഒരു 10-40 വർഷം മുൻപ് വാലിയിൽ കുടുംബത്തിൽ ഒരു ഉപദേശിയുടെ മകനായിട്ട് ഞാൻ ജനിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമായിരുന്നു. It was the plan of God around 40 years back. I was supposed to be born into the Valiel family as a son of an evangelist or a pastor. അതുപോലെ നിങ്ങളും ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമായിട്ടാണ് ജനിച്ചത്. Amen. Similarly, each of you are born into your families with the plan of God. ആ ജനനം നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഭവിച്ചതല്ല. That birth or the place where you were birthed or the family that you were born into was not the fruit of your choice. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ചിലപ്പം വേറൊരു തെരഞ്ഞെടുപ്പ് നടത്തിയാണ്. If there was an opportunity of a choice for us to select our family, we may have chosen things differently. എന്നാൽ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. But we have a choice in our life. നമ്മുടെ ആരംഭം എന്താണെങ്കിലും, whatever may our beginning be, നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. we can choose how things has to end or has to go forward with our lives. Yes, ഭൂമിയിൽ നാം എങ്ങനെ ഇപ്പോഴായിരിക്കുന്നു എന്നതിനേക്കാൾ, എവിടെ ജനിച്ചു എന്നതിനേക്കാൾ അന്ത്യം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയും. Even though we do not get to choose how we start our life, but we get to choose how the end of our life must be. ഇന്ന് രാവിലെ ഞാൻ പറയുന്ന ഈ സ്ത്രീ രത്നത്തെ കുറിച്ച് ബൈബിൾ പരാമർശിച്ചിരിക്കുന്ന ആദ്യ വാക്ക് എന്താണെന്നറിയാമോ? Do you know what the first statement or the words talks about this particular woman that we're going to talk about this morning? Verse number 16, 17. ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം പറയുമ്പോൾ ലേയയെ കുറിച്ച് പരാമർശിക്കാൻ എത്രയൊക്കെയോ നല്ല കാര്യങ്ങൾ കാണും. ഒരു സ്ത്രീയല്ലേ എന്നോ അല്ലെങ്കിലും. Amen. We believe that Genesis was written by Moses, and Moses is introducing Leah and Rachel into the word, and the first verse that speaks about Leah, it says Leah's eyes were weak. How many much more terms are or vocabularies available in English, but why did Moses choose those words? ഈ കണ്ണ് ശോഭ കുറഞ്ഞ കാര്യത്തെ കുറിച്ചാണോ പറയേണ്ടത്? Is somebody being introduced in that manner? Is it supposed to be that way? നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ മാർത്തയെ കുറിച്ചും മറിയയെ കുറിച്ചും കേൾക്കാറുണ്ട്. മാർത്ത വളരെയധികം
കർത്താവിന്റെ പാദപീഠത്തിലൊന്നും ഇരുന്നില്ലെങ്കിലും നല്ലവണ്ണം ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. Amen. We almost always hear about Martha and Mary. Martha wouldn't always be at the feet of Jesus, but she was very hospitable, cooking a lot of food. അപ്പൊ സ്വാഭാവികമായിട്ട് ലേയെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ് പരാമർശിക്കാമായിരുന്നു. But there should have been something good about Leah to be portrayed in the introductory parts of the word. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞത്. But I always thought, why did Moses start talking about Leah in this manner, into talking about her eyes being weak? അതിന്റെ കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. There's one reason I understand. അടുത്ത പദം പറഞ്ഞു, Rachel was beautiful in form and appearance. Amen. The next verse talks about Rachel being beautiful in her form and അപ്പൊ appearance. സഹോദരി റാഹേൽ അവളെ കുറിച്ച് പറയുന്നു, അവൾ മനോഹര രൂപിയും സുന്ദരിയുമായിരുന്നു. Amen. It says she was beautiful in form and in appearance about Rachel. ചിന്തിച്ചു നോക്ക്. Can we think about this for a moment? ഒരു വീട്ടിൽ രണ്ട് സഹോദരിമാർ. In a household, there are two sisters. ഒരു സഹോദരിയുടെ കണ്ണിന് അല്പം ഒരു ചെറിയ പ്രയാസമുണ്ട്. One sister's eyes are a bit weak than the other. സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, പക്ഷെ സൗന്ദര്യമുണ്ട്, പക്ഷെ കണ്ണിന് ഒരു ചെറിയ പ്രയാസമുണ്ട്. That sister is beautiful, but her eyes are a bit weak. പക്ഷേ ഈ പുള്ളിക്കാരത്തിന്റെ സഹോദരി സുന്ദരിയും മനോഹര രൂപിയായിരുന്നു. But again, Rachel, when he talks about Rachel, he's saying she was beautiful in form and in appearance. എങ്ങോട്ടായിരിക്കും അറ്റൻഷൻ മുഴുവൻ പോകുന്നത്? Where would the attention by default go to? വീട്ടിൽ ആരെങ്കിലും വന്നാൽ ആരോടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്? To whom would the guest who come into the house interact with more? എല്ലാരും ആരെക്കുറിച്ചായിരിക്കും പരാമർശിക്കുന്നത്? Who would people be talking about from that house? റാഹേൽ സുന്ദരി ആയതുകൊണ്ട് തന്നെ മാത്രം ഇപ്പൊ ലേയ അവിടെ ഇത് പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. Just because Rachel was beautiful in her form and in appearance, Leah would automatically be put or sidelined. ഞാൻ ഇവിടെ ബൈബിളിൽ രണ്ട് പേരെ കുറിച്ച് സുന്ദരിമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തില്. ബൈബിൾ ക്വിസ് ചോദിക്കുക, ആ രണ്ട് സ്ത്രീകൾ ആരൊക്കെയാ? In the Old Testament there are two women, those are mentioned, that are റീബസ് beautiful. സിസ്റ്റർ എന്തോ പറഞ്ഞാട്ടെ. കറക്റ്റ്. സാറയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. Esther, Sarah, എസ്തറിനെ കുറിച്ച് daughters of പറഞ്ഞിട്ടുണ്ട്. Job. Daughters of Job. ഓക്കെ. ഒത്തിരി പേരുണ്ട്. ഞാൻ എസ്തറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച്. Okay, let's focus back into Esther. നിങ്ങൾക്ക് എന്നെക്കാളും ബൈബിൾ അറിയാം. Now I know you know word more deeper than me. Alright. ഇന്ന് രാവിലെ നമ്മൾ ലേയാണല്ലോ നമ്മുടെ വിഷയം. This morning we are focusing back onto Leah because she is the topic for this morning. ഞാൻ പറഞ്ഞു വന്നത്, ലേയ എന്ന ഈ സഹോദരി, This woman named Leah, ഈ സഹോദരിയുടെ കണ്ണ് ശോഭ കുറഞ്ഞ, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാക്കുകൊണ്ട് ചരിത്രം അവസാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീ. there is a woman whose entire history should have concluded with that one phrase, her eyes being weak. എന്നാൽ അവളുടെ ചരിത്രം ഇത് ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് ഈവൻ പുതിയ നിയമത്തിലേക്ക് പോലും ആ ചരിത്രം കണ്ടിന്യൂ ചെയ്യുകയാണ്. But her history does not end there, but she decides to take hold of her history where the Bible talks more about her and also gets into talking about her in the New Testament as well. അതിന്റെ കാരണങ്ങൾ ഇന്ന് രാവിലെ ഞാൻ പരാമർശിക്കാൻ പോകുന്നത്. Those are the reasons why we're going to examine about her history and how Leah became a powerful person. അതുകൊണ്ട് നമ്മൾ എവിടെ ജനിച്ചു എന്നോ നാം എങ്ങനെ ആയിരിക്കുന്നു എന്നോ കണ്ണ് ശോഭ കുറഞ്ഞത് ഇതൊന്നും അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ചരിത്രത്തെ കണ്ടിന്യൂ ചെയ്യുവാൻ നമുക്ക് കഴിയും. Amen. Where we started or how we look or what was our beginning, it's not a problem. It's never a problem. What we get to take a hold of our history and what we are ought to create. അതിന്റെ സീക്രട്ട് ഇന്ന് രാവിലെ പറയാൻ We're going to പോകുന്നു. unfold the secrets of how to do that. ലേയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we learn about Leah, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ റാഹേൽ സുന്ദരി ആയതുകൊണ്ട് തന്നെ, just because Rachel was beautiful in her form and appearance, പ്രോബബ്ലി സ്വാഭാവികമായിട്ടും ലേയ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി കാണണം. as it is, Leah must not have received a lot of attention. ഈ ശോഭ കുറഞ്ഞു, കണ്ണിന്റെ ശോഭ കുറഞ്ഞു എന്ന പദത്തിന് ലേയ എന്ന വാക്കിന് അർത്ഥം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിനി Can anybody remind or
Let us know the word meaning of ലേ എന്ന Leah. വാക്കിന്റെ അർത്ഥം കൗ, പശു എന്നാണ്. The word Leah means cow. അപ്പൊ കണ്ണിന് ശോഭ കുറഞ്ഞവൾ ഒരു 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 ബൈബിൾ സ്കോളർ എഴുതിയിരിക്കുന്നത് അവളുടെ കണ്ണ് പശുവിന്റെ കണ്ണ് പോലെയായിരുന്നു. A Bible scholar relates to the phrase Leah's eyes were weak, comparing it to the eyes of a cow. എനിക്കറിയില്ല പശുവിന്റെ കണ്ണ് പോലെയായിരുന്നോ മനുഷ്യന്റെ കണ്ണ് പോലെയായിരുന്നോ എന്ന്. I'm not sure. I personally don't know how her eyes was. If it was എന്താണെങ്കിലും like a കണ്ണിന് man. ശോഭ കുറവായിരുന്നു. Whatever it is, her eyes were weak, or it wasn't as bright as Rachel. ഇവിടെ ഇപ്പോൾ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ കണ്ണിന് ശോഭ കുറഞ്ഞ ഈ ലേ സ്നേഹിക്കപ്പെടാത്ത ഒരു യാക്കോബിന് പിതാവ് നൽകുന്നു. Amen. Here, when we learn about the context of Leah, we see that Leah gets a husband, Jacob, who is not loving her. ഇന്നത്തെ കാലം വല്ലതും ആയിരുന്നെങ്കിൽ I'm imagining how would it be in these days, in this generation, ഇന്നത്തെ ലേയമാര് വല്ലതും ആയിരുന്നെങ്കിൽ if it was any Leahs of this world. അന്ന് രാത്രി തന്നെ അപ്പനെയും തല്ലിക്കൊന്നേനെ. That night itself, the father would have been murdered. എന്നാൽ But ലേയ ഇഷ്ടപ്പെടാത്ത ദാമ്പത്യത്തിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതെങ്കിലും Leah has kept her hope in that unloving marriage that she is in. അവൾ വിശ്വസ്തയോടെ ആ ദാമ്പത്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുകയാണ്. She is holding faithfully on to that marriage that she was instituted into by her father. വിശ്വസ്ത ഭാര്യയായി അവൾ തുടരുകയാണ്. She is serving as a faithful wife in the covenant of marriage. അതുകൊണ്ട് ദൈവം അവളെ കുറിച്ച് പറയുന്നൊരു പദമാണ് ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ. That is why in verse 31 we see, when the Lord saw that Leah was hated, ദൈവം കണ്ടു. he saw to the condition of എന്ത് Leah. കണ്ടു? What did God see? ലേയ അനിഷ്ടയെന്ന്. Leah was hated, the Lord saw. ലേയ ത്യജിക്കപ്പെട്ടവളെന്ന് ദൈവം കണ്ടു. The Lord saw that Leah was hated and sidelined. ലേയ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവളെന്ന് ദൈവം കണ്ടു. God saw that Leah was forsaken by others. ആദ്യത്തെ ചിന്ത ദൈവം കാണുന്ന ദൈവമാണ്. Amen. The first thought this morning is we have a God who sees us. ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. God sees us. Amen. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ പലപ്പോഴും വഴിമുട്ടി നിൽക്കുമ്പോൾ When we are stopped by the realities of our life, ലോകത്തിൽ പലരും അവസാന വാക്ക് ആത്മഹത്യ എന്ന് ചിന്തിക്കുമ്പോൾ when there are a lot of people around us who think the last and final resort is suicide, ഇവിടെ ഒരു ലേയ വിശ്വസ്തയായി ആ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. here Leah is hoping on to that unloving, uncomfortable marriage faithfully. അത് കണ്ട ഒരു ദൈവമുണ്ടായിരുന്നു. There was a God who saw Leah's faithfulness. വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ, Amen. If you stand faithfully for God, ദൈവം എല്ലാ കാലത്തും അവൻ കാണുന്നവനാണ്. God is a God who always sees. ലോകം നിന്റെ പരാജയവും ലോകം നിന്റെ വിരൂപത്വവും മാത്രം കാണുമ്പോൾ, When the world only focuses on your failure and your distorted appearance, നിന്റെ അകം കാണുന്നൊരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. but there is a God who only sees into the inside of your life and your heart. നിന്റെ അകത്ത് സൗന്ദര്യം കാണുന്ന ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. There is a God who sees the inner beauty that you carry within your life. ലോകം നിന്റെ പുറത്തെ സൗന്ദര്യം മാത്രം കാണുമ്പോൾ, When the world looks at your outward appearance, നിന്റെ അകത്ത് സൗന്ദര്യം ദർശിക്കുന്ന ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. there is a God who sees the inner beauty that you carry within yourself. ദൈവം കണ്ടു. God saw. ദൈവം കണ്ടു.
The Lord saw. ദൈവം കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? What happened when the Lord saw? അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു. Her womb was opened. ഇന്ന് രാവിലെ ദൈവം കണ്ടാൽ, If God sees, അവിടെ ഞാൻ ഇങ്ങനെ അതിനൊരു ആത്മീയ അർത്ഥം കൊടുക്കുകയാണ്. this is the spiritual interpretation that I want to give this morning. ഇതുവരെ തുറക്കപ്പെടാത്ത ചില ഉറവകൾ ദൈവം കണ്ടാൽ തുറക്കും. If God sees the doors, the resources, the sources that has never been opened for you will open up into your life from that moment. ഇന്നലെ വരെ അടയപ്പെട്ട മേഖലകളിൽ ദൈവം ഇന്ന് രാവിലെ കണ്ടാൽ, Those places that was closed for you all this while, ദൈവം ഇന്ന് രാവിലെ കണ്ടാൽ അതിന്മേൽ പുതിയ നാമ്പ് പുറപ്പെടും. if God sees it, He will start sprouting a life into it. ലോകം മുഴുവൻ പറയും നീ പരാജയമാണെന്ന്. The entire world may say you are a failure. ലോകം മുഴുവൻ പറയും ഇത് വരണ്ടുപോയെന്ന്. The entire world would say that this is dry and it's over. ലോകം പറയും ഇത് പാഴു ശൂന്യമായി പോയെന്ന്. The world would say it is empty and void. ലോകം പറയും ഇത് 4 ദിവസമായി നാറ്റം വെച്ചെന്ന്. The world would say it's 4 days past and this is done. എന്നാൽ ദൈവം കണ്ടാൽ അതിന്മേൽ ഒരു പുതിയ നനവ് രൂപപ്പെടുകയാണ്. But if God sees there is something new that is coming അതിന്മേൽ forth, പുതിയ ഉറവ രൂപപ്പെടുകയാണ്. there is a new form that it takes. അതിന്മേൽ പുതിയ സസ്യം രൂപപ്പെടുകയാണ്. There is a form, there is a new life that buds out. അതിന്മേൽ പുതിയൊരു ജനനം രൂപപ്പെടുകയാണ്. There is a new form that it buds അതിന്മേൽ out. ഒരു പുതിയ വീണ്ടെടുപ്പ് രൂപപ്പെടുകയാണ്. There is a redemption, there is a deliverance that comes forth. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ If you are സ്തുതിച്ചാട്ടെ. happy this morning, praise the Lord. ദൈവം കണ്ടു. God saw. വേഴ്സ് നമ്പർ 32 Verse 32. വായിച്ചാട്ടെ. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. Here Leah conceived and bore a son. അവന്റെ പേര്, ആദ്യത്തെ പുത്രന്റെ പേര് റൂബേൻ എന്നായിരുന്നു. She called the first son Reuben. റൂബേൻ എന്ന വാക്കിന്റെ അർത്ഥം Lord sees my misery. Amen. The word meaning of Reuben is the Lord sees my misery. ദൈവം എന്റെ കഷ്ടത കണ്ടു. The Lord saw my misery. ദൈവം കണ്ടാൽ If God sees, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. your situation will be changed. പുതിയ നാമ്പ് രൂപപ്പെടും. There will be new life that will sprout എന്ന് out. മാത്രമല്ല, Just not that, അത് നിനക്കും അനുഭവഭേദ്യമായി തീരും. it will also be something that you will experience in your life. അല്ലാതെ പ്രസംഗം കേട്ട് മടങ്ങുന്നതല്ല. It is not about hearing a sermon, listening to ദൈവം a ഒരു word. വിഷയത്തിൽ മേൽ തൊട്ടാൽ, But if God touches or sees something, അത് നിന്റെ ഗർഭപാത്രത്തിൽ നിനക്കത് വിശ്വസിക്കത്തക്ക രീതിയിൽ അത് വെളിപ്പെട്ടു വരും. it will come out from you, from within of you, the way you can't even believe or comprehend. എന്താ സംഭവിച്ചത്? What happened there? എന്റെ കഷ്ടത ദൈവം കണ്ടു. The Lord saw my affliction or my misery. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാം? You know what is our problem? എത്ര കഷ്ടതയുണ്ടെങ്കിലും, How much ever affliction or misery we go through, എത്ര വേദന how much അനുഭവിച്ചാലും ever pain may we go through, നമ്മൾ ആരോടും പറയത്തില്ല. we never share it with anyone. നമ്മുടെ ഈഗോ Our സമ്മതിക്കുകയില്ല. ego doesn't let us to share it with നമ്മളത് anyone. കുടുംബത്തിൽ ഒതുക്കും, We'll keep it secluded within അല്ലെങ്കിൽ our നമ്മെ family. തന്നെ ഒതുക്കും. We'll keep it close down to ourselves. കുറച്ചൊക്കെ നല്ലതാ. A little bit is okay. ഇതൊന്നും ഒത്തിരി പേരോട് പറയാത്തത് നല്ലതാ. At times it is good not to share a lot of എന്നാൽ things with ഇന്ന് anyone. രാവിലെ പറയാൻ പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. But this morning I want to introduce you to somebody to whom you can talk to. നിനക്ക് സഹിക്കാൻ കഴിയാത്തൊരു വേദന നിന്നെ ബാധിക്കുമ്പോൾ, When there is a pain that you can't take afflicts your life, ആ വേദന പറയാൻ കഴിയുന്ന ഒരുവന്റെ കാര്യങ്ങളിലേക്ക് ആ വേദന നീ പറയണം. there is a God with whom you can share your heart out, your pain out. നിനക്കൊരു ദൈവമുണ്ട്. There is a God with you. നിന്റെ വേദന കാണാൻ, ആ വേദന കാണുമ്പോൾ അതിനോട് എംപതൈസ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There is a God who empathizes to your situation, to your pain. അതുകൊണ്ട് ദൈവത്തോട് നിന്റെ വേദന തുറന്ന് പറയണം. That is why you need to open up and share your pain with the You know, Lord. penny
കഠിന കുത്തുവാക്കുകൾ പറഞ്ഞ് ഹന്നയെ ബാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, when all the words of accusation from Penina was affecting Hannah, ഇപ്പോൾ സ്തോത്രം ഹന്ന ചെയ്യുന്ന കാര്യം ആലയത്തിൽ ചെന്നുകൊണ്ട് സ്തോത്രം അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. but at that point Hannah started pouring her heart out in the presence of the Lord in the church. ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകരാൻ തുടങ്ങിയപ്പോൾ, When Hannah started pouring out her heart in the presence, ദൈവം അവളുടെ കഷ്ടത കണ്ടു. God saw her affliction. അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു. The Lord opened her womb. മൈക്ക് കുറയ്ക്കരുത്. സ്തോത്രം ദൈവം കഷ്ടത കാണുമ്പോൾ, When the Lord sees an affliction, സ്തോത്രം അവളുടെ ഗർഭത്തെ ദൈവം തുറക്കും. the Lord will open the womb. എത്ര പേരുണ്ട് How എന്റെ many കൂടെ? of you are following me this morning? സ്തോത്രം Amen. സ്തോത്രം Amen. സ്തോത്രം Hallelujah. സ്തോത്രം Hallelujah. സ്തോത്രം. സ്തോത്രം. Thank you, Jesus. ഫറവോന്റെ അടിമ നുകത്തിൽ ഇപ്പൊ 420 വർഷമായി അടിമത്വത്തിൽ ഇസ്രായേൽ മക്കളായിരിക്കുകയാണ്. Israelites are under the slavery for 420 years. ഓരോ ദിവസവും ഇഷ്ടിക ചൂളയിൽ പണിയെടുക്കണം. Each day they have to work hard in the furnace. പണിയെടുത്താൽ അവർക്ക് കൂലി ലഭിക്കത്തില്ല. They do not receive anything for what they work. എങ്കിൽ കഴിഞ്ഞ 420 വർഷമായി ഈ ഇഷ്ടിക ചൂളയിൽ ഈ തീയുടെ മുൻപിൽ ഇവർ പണിയെടുത്ത് കഷ്ടപ്പെടുകയാണ്. But for the past 420 years they've been working hard, working continuously. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യോക്കേബേദ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ദൈവമേ ഞങ്ങളുടെ കഷ്ടത എന്ന് തീരുവായിരിക്കും. Jochebed must have thought in this way, when would my misery come to an end? എന്നാൽ ഒരു ദിവസം, Amen, one day, യോക്കേബേദിന്റെ കഷ്ടത മാറ്റാൻ, to bring an end to the misery of Jochebed, അവന്റെ ഗർഭത്തിൽ തന്നെ ഒരു മോശയെ ദൈവം പുറത്തെടുത്തു. there was a Moses that came through his lineage. നിലവിളിക്കുന്ന യോക്കേബേദേ, Jochebed who cries out to the Lord, നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തത്തെ നിന്റെ ഗർഭത്തിൽ നിന്ന് ആത്മാവ് പുറത്തെടുക്കും. through your lineage itself, the one who cries, the Lord will bring out the deliverer of your generation. ഡെലിവറർ ഇപ്പോൾ വന്നപ്പോൾ ദൈവം ഡെലിവറോട് പറയാണ്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരെ വിടുവിപ്പോൾ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. When the deliverer came out, the Lord speaks, I heard your cry, I heard your shout, I have sent forth the deliverer for you. Jesus. ഇന്ന് രാവിലെ This morning, അവൻ കാണുന്ന ദൈവമാ. He's a God who sees. അടുത്ത പദം വായിച്ചിട്ട് മോളെ. The next verse. അവൾ അവൾ പിന്നെയും പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമിയോൻ എന്ന് പേരിട്ടു. രണ്ടാമത് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. She again conceived and bore a son. ഞാൻ അനിഷ്ടയെന്ന യഹോവ ഈ പ്രാവശ്യം കേട്ടു. Here she says, because the Lord heard me and that I am hated. അപ്പോൾ ശിമിയോൻ എന്ന വാക്കിന്റെ അർത്ഥം, What is the word meaning Simeon? the Lord hear The Lord, my cry. the Lord hears my cry. Not only he sees my cry, He just doesn't see your misery. അവൻ എൻ്റെ കഷ്ടത കേൾക്കുന്ന ദൈവം He's കൂടിയാ. a God who hears your cry. കേൾക്കണമെങ്കിൽ You have to നീ hear. ദൈവത്തോട് സംസാരിക്കണം. You have to talk to God. Praise the Lord. Amen. Praise the Lord. Amen. കഷ്ടത വരുമ്പോൾ When you are in അത് affliction, അടക്കി പിടിക്കരുത്. you should not suppress it within നിന്റെ yourself. പ്രാർത്ഥനാ മുറി കയറി Get into your prayer room. നിന്റെ കഷ്ടത ദൈവത്തോട് സംസാരിക്കണം. Talk to God about your misery and your നീ affliction. ദൈവത്തോട് നിന്റെ കഷ്ടത പറയുമ്പോൾ When you talk to Him, when you pour your heart out, അവൻ നിന്റെ കഷ്ടത കേൾക്കും. He hears your words. He hears your affliction. അവൻ കേൾക്കുന്ന ദൈവമാ. He is a God who hears. തകർന്ന നുറിയുള്ള ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല. He does not despise a contrite heart. എളിയവരുടെ ശ്വാസവും ദീർഘനിശ്വാസവും നിമിത്തം അവൻ വീണ്ടും എഴുന്നേൽക്കും. He arises for you because of your affliction. Praise the Lord. Amen. Praise the Lord. Amen. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, I thought to myself, സ്വന്തം ഭർത്താവ് her own husband തന്റെ സഹോദരി റാഹേലിന്റെ കൂടെ
with her own sister. സന്തോഷിക്കുമ്പോൾ When he is happy with her own sister, ഇവൾ പലപ്പോഴും ത്യജിക്കപ്പെട്ടിട്ടുണ്ട്. she must have felt neglected and despised. വേദന മറുപടി പറയേണ്ട യാക്കോബ് ഇവളുടെ വേദന കേൾക്കാതെ പോയിട്ടുണ്ട്. That person who is supposed to be comforting her, that person who is supposed to stand with her, when he seems to not hear her, ഇവളുടെ വേദന കാണേണ്ട യാക്കോബ് ഇവളെ കാണാതെ കടന്നുപോയി. that person who is supposed to see her misery and stay with her, when he doesn't see anything, എന്നാൽ അവൾ ഉപേക്ഷിക്കപ്പെട്ടില്ല. but there she was not forsaken. എന്റെ കാര്യം കേൾക്കാൻ എന്റെ ഇല്ലാത്തപ്പോൾ, Even when I don't have my own husband to see or hear my cry, എന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God who comes forth for me. എന്നെ കേൾക്കുന്ന ഒരു There is a ദൈവമുണ്ട്. God who hears me. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു? How many of you will believe this എന്നെ morning? കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who hears. ചില സമയങ്ങളിൽ നമ്മള് നിലവിളിക്കുമ്പോൾ, At times when we cry out, നിലവിളിക്ക് ഭാഷയില്ല. there is no language to your ചിലപ്പോൾ cry. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വാക്കുകൾ വരത്തില്ല. At times, there are times when we never get words to pray out. ചിലപ്പോൾ ഒരു ദീർഘനിശ്വാസം മാത്രം വരും. It may, it may be just a sigh of relief or a breath. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ആ ദീർഘനിശ്വാസത്തിനും ഒരു ഭാഷയുണ്ട്. But in that sigh of relief itself, it carries a language. നിന്റെ ആ ദീർഘനിശ്വാസം, Within your sigh of അത് relief, നീ മാത്രം അറിയുന്ന ദീർഘനിശ്വാസം, only you may understand. അറിയുന്ന ഒരു ദൈവമുണ്ട്. That only that you understand there is a അത് God who കേൾക്കുന്ന ഒരു connects. ദൈവമുണ്ട്. There is a God who hears that. അത് കേൾക്കുന്ന ദൈവം, There is a God who hears. അത് വാഗ്ദത്തമായി നിന്റെ മേൽ വീണ്ടും വെളിപ്പെടുത്തും. And he will account that for promises of God on your life. സ്തോത്രം, Amen. സ്തോത്രം. Amen. 34ാമത്തെ വാക്യം പറയുന്നു, Verse 34 says, ഇപ്പോൾ now ഈ സമയം and again, എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരും, ഞാൻ 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അവന് ലേവി എന്ന് പേരിട്ടു. and the third time she believes, now this time my husband will be attached to me more because I have bore him 3 sons, and she called the third son ലേവി എന്ന വാക്കിന്റെ Levi. അർത്ഥം എന്താണെന്നറിയാമോ? What do you mean by Levi? The one who attached. The one who is attached. Praise the Lord. Amen. ഒരു സീക്രട്ട് പറയാൻ പോകുക. I'm going to reveal a secret this morning. ഇനിയും ലിയ അവിടെ ചരിത്രം അവൾ സൃഷ്ടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ, If you ask me, where did Leah create history in her life? കാണുന്ന ഒരു ദൈവത്തിന് മുൻപിൽ, In front of a God who sees, കേൾക്കുന്ന ഒരു ദൈവത്തിന് മുൻപിൽ in front of a God who hears. പറ്റിയിരുന്നു. She stuck on to God. She clinged on to God. ആ പറ്റിയിരുന്നതാണ് അവളുടെ ചരിത്രമായി മാറ്റപ്പെട്ടത്. That is what changed her history, if you notice. നിന്റെ ഉപദേശം നിന്നെ മറക്കും. Amen. Your pastor may forget you. നിന്റെ ഭർത്താവ് നിന്നെ Your മറക്കും. husband may forget you. നിന്റെ ഭാര്യ നിന്നെ മറക്കും. Your wife will forget you. എന്നാൽ പറ്റിയിരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. But there is a place that you can hold on to. നീ അവിടെ പറ്റിയിരുന്നാൽ, If you hold on and cling on to that name, അവിടെ നീ ഒരു ചരിത്രം സൃഷ്ടിക്കുക. there you are actually creating a history. വിശ്വസിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ സ്തോത്രം Amen. പറയട്ടെ. If you believe, can you say an amen? പറ്റിയിരിക്കണം. Amen. Cling on to God. Jesus. പറ്റിച്ചേർന്നിരിക്കണം. Amen. Cling on to God. Hold on to God. പറ്റിച്ചേർന്നിരിക്കണം. Hold on to God. Jesus. പറ്റിച്ചേർന്നിരിക്കണം. Hold on to God. സ്തോത്രം. Thank you, Jesus. സമയം മുന്നോട്ട് പോകുന്നല്ലോ. Our time is going forward. 4ാമതൊരു മകൻ. The 4th son. ഈ പ്രാവശ്യം Now what does Leah say? അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. She conceived again and bore a son. ഇപ്പോൾ അവൾ പറയുന്ന പദം, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് Now this time I will praise the Lord. അവന് യഹൂദ എന്ന് പേരിട്ടു. What did she call him? She called him Judah. യഹൂദ എന്ന പദത്തിന്റെ അർത്ഥം What do you mean by the word Judah? സ്തുതി. Praise. സ്തുതി.
Praise. സ്തുതി. Amen. Praise. കഴിഞ്ഞ 3 പ്രാവശ്യവും അവൾ ഓരോ പ്രാവശ്യം ഗർഭം ധരിക്കുമ്പോഴും കുഞ്ഞു പുറത്തു വരുമ്പോഴും അവൾ പറഞ്ഞു, ഈ പ്രാവശ്യമെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമായിരിക്കും. Each time when she bore a son, she is in a hope that at least now my husband will be attached to me more, or he would love me ഈ more. പ്രാവശ്യമെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ At സ്നേഹിക്കുമായിരിക്കും. least now my husband would love me more. ഈ പ്രാവശ്യമെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ At least സ്നേഹിക്കുമായിരിക്കും. now, the third time at least, he would love me എന്നാൽ ഇപ്പോൾ more. അവൾ ആ പദം ഡിലീറ്റ് ചെയ്തു. Now she's completely erasing and delete that context from her life. ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, Amen. Even if my husband doesn't love me, എനിക്കിനി സൗഖ്യം വന്നില്ലെങ്കിലും, even if I'm not healed, എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടായില്ലെങ്കിലും, even now if my situations don't change, ഞാൻ യഹോവയെ സ്തുതിക്കും. I decide to praise God. ഞാൻ യഹോവയെ സ്തുതിക്കും. I decide to lift up my praise unto ഞാൻ God. യഹോവയെ സ്തുതിക്കും. I decide to lift my praise ഞാൻ unto യഹോവയെ God. സ്തുതിക്കും. I will praise the Lord. ഞാൻ യഹോവയെ സ്തുതിക്കും. I will praise the Lord. യഹോവയെ സ്തുതിച്ചുകൊണ്ട് സ്തുതിയുടെ പുത്രൻ അവളുടെ ഗർഭത്തിൽ നിന്നും പുറത്തു As വന്നു. she praised the Lord, there is a son being birthed out. His name is Judah. സ്തുതിക്കുന്നവളാണോ നീ? Are you a woman who is praising? സ്തുതിക്കുന്നവൻ നിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരും. From your womb will come out a man who will praise the Lord. പ്രാർത്ഥനാ വീരയാണോ നീ? Are you a prayer warrior? ഒരു പ്രാർത്ഥനാ വീരൻ നിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു From വരും. your womb a prayer warrior would come out. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവളാണോ നീ? Are you a woman who prays the price ഒരു for your വിശുദ്ധനിൽ holiness? നിന്ന് പുറത്തു A വരും. holy generation will come out through you. സന്തോഷമുള്ള ദൈവത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Rebe meketele beyandala barthanadia. Rabababa khadara gajal kamanar tharajal artharadia. Reba shabababa thala barthanadi. Rekema shatala. സ്തുതിയുടെ മകൻ, A son of praise. അവന്റെ പേര് യഹൂദ. His name is Judah. യാക്കോബ് അവസാനം തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ When Jacob is blessing all his sons towards the end, 49-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ when we look into chapter 49, യഹൂദയെ കുറിച്ച് പറയുന്ന 1-2 വാക്കുകളുണ്ട്. 8 തൊട്ട് 10 വരെ. there are a couple of verses that talks about Judah. യഹൂദായേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. ജാതികളുടെ അനുസരണം അവനോടാകുന്നു. To him shall be the obedience of the people. Talks about Judah. പത്രം വായിക്കുന്നവർ പറയും ജാതികളുടെ അനുസരണം അവനോടാകുന്നു. Amen. Those people who are reading the scriptures, it says to him shall be the obedience of others. രാഷ്ട്രീയം പറഞ്ഞാൽ വിഷയമില്ലെങ്കിൽ ഒറ്റ പദം അങ്ങ് പറയാം. If there is no problem in hearing politics, let me relate here. ഇന്ത്യയിലെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി പോലും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ബെന്യാമിൻ നെതന്യാഹു ആണ്. Amen. അറിയാമോ? The strategy that has been devised between the wars that is happening in India is devised by Benjamin Netanyahu. അത് നെതന്യാഹുവിന്റെ ഗുണമല്ല. Amen. That is not the ability of Netanyahu. അവന്റെ വല്യപ്പന്മാര് ദൈവത്തെ സ്തുതിച്ചവരായിരുന്നു. There is a generation that praised his forefathers, a generation who lifted praise unto God. അതുകൊണ്ട് ജാതികളുടെ പോലും അനുസരണം അവനോടാ. That is why the obedience of people lies within the tribe of Judah. കൊച്ചു രാജ്യമാണെങ്കിലും Even though that is a small country, ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഒരു രാജ്യ. a country that is terrified, the world terrifies. യഹൂദ അറിയപ്പെടുന്നത്, ജൂ അറിയപ്പെടുന്നത് യഹൂദയുടെ പേരിലാ. Amen. The Jewish people are known by the name of Judah, രൂബന്റെ പേരിലല്ല അറിയപ്പെടുന്നത്. not by the name of Reuben. സ്വാഭാവികമായിട്ട് ആദിജാതൻ രൂബേനാ. Reuben is the അപ്പോൾ firstborn. രൂബന്റെ പേരിൽ അറിയപ്പെടേണ്ടത്. In general, he is supposed to be known by their name. എന്നാൽ യഹൂദ, the nation of Jew അറിയപ്പെടുന്നത് യഹൂദയുടെ പേരിലാ. Jewish people, the nation of Jews, are known by the name of Judah. സ്തുതിക്കുന്നവന്റെ പേരിലാണ് കുടുംബം അറിയപ്പെടാൻ പോകുന്നത്. Amen. If you lift your praises, your family will know the സ്തുതിക്കുന്നവന്റെ name. പേരിലാണ് ദേശം അറിയപ്പെടാൻ പോകുന്നത്. That entire nation, that entire land would be known by the name of the സ്തുതിക്കുന്നവന്റെ one who പേരിലാണ് praises. ആ പട്ടണം അറിയപ്പെടാൻ That പോകുന്നത്. entire city would be known by the name of the one who lift their praise to God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.
ഈ യഹൂദയിൽ നിന്നാണ്, ഈ ഗോത്രത്തിൽ നിന്നാണ് From this tribe of Judah, the most greatest king in the face of the earth ദാവീദ് പുറത്തു വന്നത്. the most greatest king David was birthed out from the tribe of Judah. The most wisest king in the face of the earth ശലോമോൻ പുറത്തു വന്നത്. Solomon, the most wisest king, came out through the tribe of Judah. ഞാൻ പറഞ്ഞ പോലെ റെവലേഷൻ 5 പറയുന്ന പോലെ ദാവീദിന്റെ വേര് ആയവൻ, സ്തോത്ര, സകലത്തിന്റെ കാരണഭൂതനായവൻ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഒരു ഇടം തേടിയപ്പോൾ ആ യഹൂദിയിൽ നിന്നാണ് അവനും പുറത്തു വന്നത്. The foremost reason of the entire universe and the root of David came through the tribe of Judah. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വല്യമ്മച്ചിയുടെ പേര് റേച്ചൽ എന്നല്ല, വല്യമ്മച്ചിയുടെ പേര് ലേ എന്നാണ്. The grandmother of Jesus, her name was not Rachel, her name was Leah. ലിയ. സമയം തരുന്ന ഒറ്റ പദം കൂടെ ഞാൻ പറയാം. Amen. Just one more word. റാഹേലിനെ അടക്കിയത് എവിടാന്നറിയാമോ? Do you know where Rachel was നമ്മൾ buried? വായിച്ചിട്ട് 35 അധ്യായത്തിന്റെ 19 വാക്യം. Chapter 35 and verse 19. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. എഫ്രാത്തിന് പോകുന്ന വഴിയരികിൽ അവളെ അടക്കം ചെയ്തു. Rachel died and she was buried on the way to Ephrath. എന്നാൽ ലേയ എവിടെ അടക്കിയെന്നറിയാമോ? But do you know where Leah was buried? 49 അധ്യായം തുറന്നാട്ട് Chapter 49, let's see. 29 വാക്യം തൊട്ട് വായിച്ചാട്ടെ. 29 onwards. അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എന്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോദിന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കേണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോദിനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്മേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലക്ക് വാങ്ങിയതാകുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ലേ ഇവിടെ അടക്കപ്പെട്ടത്, Do you know where Leah was buried? ലേ അടക്കപ്പെട്ടത് യാക്കോബിന്റെ പിതാക്കന്മാരുടെ കുടുംബക്കല്ലറയില. Leah was buried in the family tomb where all the fathers of Jacob was buried in. യാക്കോബ് സ്നേഹിച്ച റേച്ചലിനെ അടക്കിയത് That woman whom Jacob loved, Rachel, വഴിയരികില്ല, was buried on the way. എന്ന കുടുംബക്കല്ലറയിൽ അടക്കിയത് ലേയ. But Leah got the place to be buried along with their family. Praise the Lord. Amen. അപ്പൊ യാക്കോബിനെ അടക്കാൻ യാക്കോബിനോ മക്കളോട് പറയാണ്, ഞാൻ റേച്ചലിന്റെ അടുത്ത് പോയി കിടക്കുന്നില്ല, ഞാൻ ലേയുടെ അടുത്ത് തന്നെ അടക്കണം. There, when Jacob is instructing his sons to where to lay him to rest, he is saying, I don't want to go to where Rachel was buried. I want to stay near Leah. What a glorious end. Amen. What a glorious end is that. ആരംഭം നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല. We cannot decide our beginning. എന്നാൽ അവസാനം എവിടാൻ തീരുമാനിക്കാൻ നമുക്ക് അനുവാദം. But we have the ability to choose where we need to end, how we need to end. ലേയുടെ ആരംഭം മോശമായിരുന്നു. Leah did not have a very good beginning. അവിടെ സഹോദരിയോട് കോമ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും അവൾക്ക് പറ്റിയിട്ടില്ല. She was never able to compete and catch up with her അവളുടെ sister. സഹോദരിയുടെ സൗന്ദര്യത്തോട് കോമ്പീറ്റ് ചെയ്യാൻ ലേക്ക് ഒരിക്കലും She കഴിഞ്ഞിട്ടില്ല. was never able to catch up with the appearance of her ശോഭ sister. കുറഞ്ഞവളായിരുന്നു. She did not have a great appearance. She was not as bright as her sister. ദൈവസനയെ നിലവിളിച്ച ഒരു ലേക്ക് വേണ്ടി, But there was a Leah who cried unto God. ദൈവസനയിൽ കരഞ്ഞ ഒരു ലേക്ക് There വേണ്ടി, is a Leah who cried unto God. ദൈവസനയിൽ പറ്റിച്ചേർന്ന ഒരു ലേക്ക് There വേണ്ടി, is a Leah who clinged on to God and held on to യഹോവയെ his സ്തുതിച്ച promises. ലേക്ക് വേണ്ടി, There is a Leah who praised the name of the Lord. അവൾ യഹൂദന്റെ വാഗ്ദത്ത അമ്മയായി തീർന്നു. She became the mother of the promised tribe and the promised generation of Judah. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Amen. എല്ലാ മാതാക്കളും ഇന്ന് രാവിലെ കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം How many mothers പറഞ്ഞാട്ടെ. will praise the Lord this morning? എല്ലാവരും എഴുന്നേറ്റാട്ടെ. Let's all raise to our ചില feet this നിമിഷങ്ങൾ കൂടെ morning. ദൈവസന്നിധി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. We're going to praise the Lord for a couple of more minutes. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ When I'm closing down today, അവസാനത്തെ ദൂതിങ്ങനെ ഞാൻ പറയട്ടെ. the last message I have for you this ഞാൻ പറഞ്ഞ morning, വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. I'm going to repeat what I said. ആരംഭം
നമുക്ക് തീരുമാനിക്കുവാൻ കഴിയത്തില്ല. We cannot decide our beginning. എന്നാൽ നമ്മുടെ അവസാനം തീരുമാനിക്കാൻ നമുക്കേ കഴിയത്തുള്ളൂ. But only we can decide how we end up. ദൈവം നമുക്കൊരു വിൽ പവർ തന്നിട്ടുണ്ട്. There is a power of choice. ജീവിതത്തിന് ലോകത്തിലെ സകല മാനവരാശിയും രണ്ടിടത്തേക്കാണ് പോകുന്നത്. The entire human race is headed to two places. ഒന്ന് നിത്യനരകം. It is either eternal hell നിത്യസ്വർഗം or eternal heaven. നിത്യസ്വർഗം. If you are headed to eternal heaven, കർത്താവിനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവര്, those people who have received വീണ്ടും Jesus ജന്മം as പ്രാപിച്ചവര്, those people who have been saved, യേശുവിന്റെ സന്തോഷമകത്ത് വന്നവര്, those people who have received the joy of അവനുമായിട്ടുള്ള Christ, കൂട്ടായ്മയിൽ നടക്കുന്നവര്, those who are following the fellowship of God. മോനെ കെന്നത്ത്, yesterday you preached so well. It was so profound. Brother Kenneth, you preached an excellent message last night. ഞാൻ ആ പദം ഞാനൊന്നും കൂടെ ആവർത്തിക്കുക കേൾക്കാത്തവർക്ക് വേണ്ടി. I'm going to quote what he said കെന്നത്ത് yesterday. ഇന്നലെ പറഞ്ഞൊരു പദമുണ്ട്. Last night he mentioned a word. കെന്നത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം ചെയ്തവര്, In the past days where they've seen wonders, വിടുതൽ പ്രവർത്തിച്ചവര്, those people who have worked wonders, ഭൂതങ്ങളെ പുറത്താക്കിയവര്, those people who have cast out കർത്താവിന്റെ demons, മുൻപിൽ നിൽക്കുമ്പോൾ when they stood in front of the Lord, കർത്താവ് അവരോട് പറഞ്ഞൊരു the Lord പദമാണ്, Jesus said to them this way, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. I do not know you. താൻ അത് വിശദീകരിച്ചു. He explained, he went deep into that. താൻ ഇങ്ങനെ പറഞ്ഞു, He said, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, why did this happen? അവർ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ An entire time frame of their life, അവർ ദൈവത്തെ സ്നേഹിച്ചവരാ, there were people who loved God. ദൈവത്തിനെ കരഞ്ഞവരാ, They are people who know about the love ദൈവത്തോട് of God. പറ്റിച്ചേർന്ന് Those നിന്നവരാ. people actually lived with ആ God. നിന്ന സമയത്ത് അവരുടെ മേൽ ഗിഫ്റ്റിംഗ്സ് ഓപ്പറേറ്റഡ് ആയി. But at that point when they were with God, giftings of the Lord operated എന്നാൽ in ഇപ്പോൾ them. കൃപാവരങ്ങൾ ലഭിച്ചപ്പോൾ But once they received the അവർ gifts, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. they started moving away from ദൈവത്തിൽ നിന്ന് God. അകന്നുപോയി. They started moving away ഇപ്പോൾ from God. ദൈവമില്ലാതെ കൃപാവരം ഓപ്പറേറ്റഡ് ആകാൻ തുടങ്ങി. Amen. Without them, the gift started operating by itself. ഇപ്പോൾ അവസാനം മരിച്ചു. But now they are dead. നിത്യതയുടെ തുറമുഖത്ത് They are നിൽക്കുക. standing at the eternity. കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു എന്ന് സത്യമാണ്. Amen. It is true that you operated the gifts of the അത്ഭുതങ്ങൾ Holy ചെയ്തു Spirit. എന്നുള്ളത് സത്യമാണ്. It is true that you operated വിടുതൽ ചെയ്തു miracles. എന്നുള്ളത് സത്യമാണ്. It is true that you delivered a lot of ദൈവവുമായിട്ടുള്ള lives. ബന്ധം നഷ്ടപ്പെട്ടു പോയി. But when they lost the relationship with God, അതുകൊണ്ട് കർത്താവ് അവരെ നോക്കി പറയുകയാണ്, God looking at them said, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. I do not know you. ഇന്ന് രാവിലെ എന്റെ മുൻപിൽ നിൽക്കുന്ന സഹോദര, This morning, brothers, എന്റെ മുൻപിൽ നിൽക്കുന്ന മാതാവേ, sisters who are standing in front of പിതാവേ, you, mothers and fathers, കർത്താവുമായിട്ടുള്ള ആത്മബന്ധമാണ് നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത്. it is that bound relationship with God that will take you to ഞാൻ eternity. തന്നെ വഴിയും സത്യവും I ജീവനുമാകുന്നു. am the way, truth and the എന്നിൽ life. കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയത്തില്ല. Without me, not through me, nobody can reach യേശുവിലൂടെ God, Father. മാത്രമാണ് ഇന്ന് രാവിലെ നിത്യരക്ഷയുള്ളത്. There is only eternal salvation through Jesus. ലോകത്തിലെ ഒരു മതങ്ങൾക്ക് അത് നൽകുവാൻ കഴിയത്തില്ല. No religion can offer you that. ലോകത്തിലെ ഒന്നിനും അത് തരുവാൻ കഴിയത്തില്ല. Nothing of the world can give you ലോകത്തിലെ ഒരു that. പ്രത്യേക ശാസ്ത്രത്തിന് നൽകുവാൻ No കഴിയത്തില്ല. science or languages അത് can give you that. കർത്താവിന് മാത്രമേ ഇന്ന് രാവിലെ തരുവാൻ It is കഴിയുകയുള്ളൂ. only given from God and by God. കർത്താവിന് വേണ്ടി ഇന്ന് രാവിലെ ഹൃദയത്തെ സ്തോത്രം നൽകി കൊടുത്താൽ, If you surrender your heart unto God, അപ്പച്ചാ, Father, ഇന്നു മുതൽ Father, from today, ഞാൻ അങ്ങയുടെ മാത്രമായി ജീവിക്കും. I am yours alone. ഞാൻ അങ്ങയുടെ മാത്രമായി I am ജീവിക്കും. yours alone. ഞാൻ അങ്ങയോട് മാത്രം പറ്റിച്ചേർന്ന് I belong to you അങ്ങയോട് alone. മാത്രം വിശ്വസ്തത പുലർത്തുമെന്ന് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, If you surrender faithfully, ഇന്ന് പകൽക്കാലം ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ്. our name will be written down in the Lamb's Book of അതിന്റെ Life. പേരാണ് രക്ഷിക്കപ്പെടുക. That is what it is meant to be, രക്ഷിക്കപ്പെടുക. saved. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ If you have not yet gotten into that ഇന്ന് രാവിലെ relationship, അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുക. surrender this എല്ലാ morning കണ്ണുകളും for അടയട്ടെ. those. Let all the eyes be എല്ലാ closed. ഹൃദയങ്ങളും ഇന്ന് രാവിലെ ദിവസത്തിലേക്ക് സ്തോത്രം ഒരിക്കൽ കൂടെ തുറന്ന് Let പ്രാർത്ഥിച്ചാട്ടെ. every heart be open this കർത്താവേ, morning കഴിഞ്ഞ and നാളുകളിൽ pray. ഞാൻ അങ്ങയുമായിട്ടുള്ള ആഴമേറിയ ബന്ധം ഞാൻ പുലർത്തിയിരുന്നു. Lord, I was in deep relationship with you. എന്നാൽ എന്റെ ജീവിതത്തിന്റെ യാത്രയിൽ But somewhere along the line, അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. that relationship started forming അങ്ങയുമായിട്ടുള്ള gaps. ബന്ധത്തിൽ എനിക്ക് ഇടർച്ച സംഭവിച്ചിരിക്കുന്നു. There were gaps that formed in കഴിഞ്ഞ those നാളുകളിൽ ഞാൻ relationships. ഒത്തിരി അങ്ങേക്ക് വേണ്ടി ഓടിയതാണ്. I worked for you എന്നാൽ alone. ഇപ്പോൾ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ കഴിയുന്നില്ല. But today I'm not able to do കാരണം so. അങ്ങയുമായിട്ടുള്ള ബന്ധം എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു Because I പോയി. lost the relationship that I had with you ഇന്ന് somewhere രാവിലെ along ഞാൻ the line. മടങ്ങി വരുന്നപ്പാ, But this morning I returned ഈ to you, രാവിലെ ഞാൻ Lord. മടങ്ങി വരുന്ന പിതാവേ, This morning I returned to you, Father. ഇന്ന് രാവിലെ അപ്രകാരം സമർപ്പിക്കുന്നു. How many of you will surrender this അപ്പൻ ഇന്ന് morning? രാവിലെ നിന്നെ വീണ്ടും ചേർക്കുക. The Father wants to hold on to ഓ you. രാബ ശന്ധര ജര വൈഡര ജര
സ്വർഗീയ പിതാവേ, Father, നിന്റെ ജനത്തെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് I പ്രാർത്ഥിക്കുന്നു. thank and surrender everybody into your mighty ഈ hands. രാവിലെ This morning. അങ്ങയുടെ പ്രത്യാശ കൊണ്ട് നിന്റെ ജനത്തെ നിറയ്ക്കണം. Fill your people with your hope. ഞങ്ങളുടെ വേദനയുടെ നടുവിൽ, Our pain, ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ amidst of our pain and affliction, അങ്ങ് ഞങ്ങളുടെ ജീവനായതുകൊണ്ട് സ്തോത്രം. you are our life. അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ആധാരമായതുകൊണ്ട് You are the foundation of our ഞങ്ങൾ life. അങ്ങിൽ മാത്രം പറ്റിച്ചേരുന്നു. Father, we hold on to ഈ you. ആഴ്ച അങ്ങിൽ മാത്രം പറ്റിച്ചേർന്നു. Father, this week help us to cling on to you ലേയെ more. പോലെ ഈ മുന്നോട്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ Just like Leah, how she led her life faithfully. ഞങ്ങളെ വീണ്ടും സഹായിച്ചാട്ടെ. Lord, help us and give us the grace. പ്രാർത്ഥന കേട്ടതിനായി Thank you സ്തോത്രം. for hearing our prayers. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name.